ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ ഉള്ളിവട എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ടൈമിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കനം കുറഞ്ഞാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി നല്ലോണം നൈസായിട്ട് അല്ലെങ്കിൽ തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഉള്ളിവടയുടെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നല്ലോണം ഒരു 3 മിനിറ്റോ കുറച്ച് ടൈം വരെ ഇത് നല്ലോണം കുഴച്ചെടുത്ത് ഈ ഒരു ഉള്ളിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് ഇറങ്ങി വരണം കേട്ടോ. അതുവരെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളിത ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഉള്ളി കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ. ഇതിലെ ഉള്ളിലെ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞിട്ട് കളയുക. എന്നിട്ട് ഈ ഒരു ഉള്ളി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം, ഒരുപാട് വെള്ളം അതിൽ നിന്ന് പിഴിയുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ പിഴിഞ്ഞെടുക്കുക. ഉള്ളി മാത്രമായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇത്രയും വെള്ളം നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒഴിവാക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ പിഴിഞ്ഞെടുത്ത ഉള്ളി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് മസ്റ്റാട്ടോ. പച്ചമുളക് കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല. ഒരു ഉള്ളിവട നല്ല എരിവോട് കൂടിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആ ഉള്ളിവടയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം എരിവൊക്കെ വേണം കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇഞ്ചിയാണ്. ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കുറച്ചധികം തന്നെ വേണം. പിന്നെ ഞാൻ വലിയ ജീരകമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വലിയ ജീരകം മസ്റ്റാണ്. വലിയ ജീരകം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഞാനിപ്പോൾ ചതക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൽ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ ഈ ഒരു മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഈ മുളക് പൊടിയും കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലൊരു റെഡ് കളറായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു മൈദയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കണില്ല. കാരണം ആ ഒരു ഉള്ളിയുടെ ഒരു നനവോട് കൂടെ തന്നെ നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് കുഴച്ചതിന് ശേഷം വീണ്ടും മൈദ ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 സ്പൂണും കൂടി മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുതിട്ട്. വെള്ളം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കയ്യിലിട്ടിട്ട് ഷേപ്പാക്കുന്ന ആ ഒരു സമയം വരുമ്പോൾ നമുക്കിത് ഷേപ്പാക്കി എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാതെ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു സ്പൂണോളം കൂടി മൈദ മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നുകൂടി ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂണ് മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളിവടക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു 15 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ടാവും. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ആദ്യം വലുതാക്കി ഷേപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നൈസായി പരത്തി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും. നല്ല പെട്ടെന്ന് മുരിഞ്ഞ് വരും. ഉൾവശം പെട്ടെന്ന് വെന്ത് വരും ചെയ്യും. അപ്പോൾ നല്ലോണം കട്ടിയിലാകുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ മൊരിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ലോണം നൈസായിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഓയിൽ നല്ലോണം ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഉള്ളിവട ഷേപ്പാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം നൈസായിട്ട് നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ടൈം ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് കട്ടിയിൽ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിവട ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ളിയൊക്കെ മേൽവശത്തെ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. നമുക്ക് ഉള്ളിവട ഒരു കയ്പ്പാവും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക. കറക്റ്റ് നമ്മുടെ ആ ഒരു ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ഉള്ളിവടയുടെ അതേ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്